ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനൊരു അവസരം ഉണ്ടാക്കരുതായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരുമൊക്കെ. ഒരുപക്ഷെ അവർ അതിൻ്റെ വ്യാവസായിക വശം മാത്രമായിരിക്കും കാണുന്നത്. ഒരു രാഷ്ട്രീയ സാമൂഹ്യ സന്ദേശം അവർ നൽകുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിലവർ ഉറച്ചു നിൽക്കണമായിരുന്നു. ലോകമെമ്പാടും ജനാധിപത്യം പുലരുന്ന രാജ്യങ്ങളിലൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടെയൊന്നും ആരും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ എന്തുമാത്രം പ്രശ്നസങ്കീർണമായ വിഷയങ്ങളെ ആസ്പദമാക്കി ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അവിടെ അസഹിഷ്ണുത അത് നമ്മൾ ക്ലീശയാണ് ഉപയോഗിക്കുന്നതെങ്കിലും പറയാതെ വയ്യ, അത് ഫാഷിസത്തിൻ്റെ പ്രകടഭാവങ്ങൾ തന്നെയാണ്. അത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനു മുമ്പിൽ കീഴടങ്ങാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരുപക്ഷെ ഭയത്തിൻ്റെ സംസ്കാരവും ഒക്കെ അതിനെ പേടിച്ചൊക്കെ ആയിരിക്കും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ 2-3 ദിവസം ഓടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാഴ്ചയോളം ഈ അൺഎഡിറ്റഡ് വേർഷൻ ഓടിയെങ്കിൽ, ഇത്രയും ചർച്ചയായെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്.